കാസർഗോഡ് കൊളത്തൂരിൽ പുലി തുരങ്കത്തിൽ കുടുങ്ങി. ചാളക്കാട് മടന്തക്കോട് വി കൃഷ്ണന്റെ കവുങ്ങിൻ തോട്ടത്തിന് സമീപമുള്ള തുരങ്കത്തിലാണ് പുലിയെ കണ്ടെത്തിയത്. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തിയിട്ടുണ്ട്. അരുൺ പാറയ്ക്കൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട് കാസർഗോഡ്. അരുൺ, എന്താണ് വിവരങ്ങൾ? വനംവകുപ്പിന്റെ ഇപ്പോഴുള്ള നടപടി എങ്ങനെയാണ് അരുൺ? ഈ പുലിയെ തുരങ്കത്തിൽ നിന്ന് പുറത്തിറക്കാനുള്ള ശ്രമം RRP സംഘം തുടങ്ങിയിട്ടുണ്ട്. അതിനുശേഷം കൂട്ടിലാക്കി കാട്ടിൽ വിടാനാണ് അപ്പോൾ വനം വകുപ്പ് തീരുമാനിച്ചിരിക്കുന്നത്. കൊളത്തൂർ മടന്തക്കോടാണ് ഈ ഒരു പുലി കുടുങ്ങിയിരിക്കുന്നത്. പ്രദേശത്ത് വ്യാപകമായ പുലിശല്യം ഉണ്ടായിരുന്നു. ഈ വനം വകുപ്പ് 3 ഇടങ്ങളിലായി കൂട് സ്ഥാപിച്ചിരുന്നു. പക്ഷേ ഈ കൂട്ടിലൊന്നും പുലി അകപ്പെട്ടില്ല. ഇപ്പോൾ ഒരു തുരങ്കത്തിലാണ് പുലി കുടുങ്ങിയിരിക്കുന്നത്. 7 മണിയോട് കൂടിയാണ് നാട്ടുകാർ ഈ പുലിയെ തുരങ്കത്തിൽ കുടുങ്ങിയ നിലയിൽ കണ്ടെത്തിയത്. ഇപ്പോൾ ഈ വനം വകുപ്പ് ഉദ്യോഗസ്ഥരൊക്കെ സ്ഥലത്തെത്തിയിട്ടുണ്ട്. പുലിയെ ഇവിടെ നിന്ന് പുറത്തേക്ക് ഇറക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത്. അതിനുശേഷം മയക്കൂടി വെച്ച് കൂട്ടിലേക്ക് ആക്കിയതിനു ശേഷം രാത്രിയോടുകൂടി തന്നെ ഇവിടെ നിന്ന് മാറ്റും, അതായത് ഈ പ്രദേശത്ത് നിന്ന് മാറ്റുമെന്നാണ് DFO ഉൾപ്പെടെയുള്ള ആളുകൾ അറിയിച്ചത്. എന്തായാലും വനം വകുപ്പിന്റെ ഉദ്യോഗസ്ഥർക്ക് എത്തിയിട്ടുണ്ട്. ഇപ്പോൾ പുലിയെ പുറത്തിറക്കാനുള്ള ശ്രമം തുടരുകയാണ് അറിയിച്ചത്. അരുൺ പാറയ്ക്കൽ, ഈ പുലിയെ പുറത്തേക്ക് ഇറക്കുക, അങ്ങനെ അപകടമൊന്നും ഇല്ലാതെ ആ ദൗത്യം പൂർത്തിയാക്കേണ്ടതുണ്ട്. ഇതിന്റെ ഒരു ആക്ഷൻ പ്ലാൻ എങ്ങനെയാണ് വനംവകുപ്പ് വിശദീകരിക്കുന്നത് അരുൺ? ഇതൊരു ചെറിയ തുരങ്കമാണ്. ഈ തുരങ്കത്തിനുള്ളിൽ നിന്ന് പുലിയെ പുറത്തിറക്കാനാണ് ഇപ്പോൾ വനം വകുപ്പ് ബുദ്ധിമുട്ടുന്നത്. അതിനുവേണ്ടിയുള്ള ശ്രമമാണ് നടത്തുന്നത്. ചാളക്കാട് മടന്തക്കോട് വി കൃഷ്ണന്റെ കവുങ്ങിൻ തോട്ടത്തിന് സമീപമുള്ള ചെറിയ തുരങ്കമാണ്. ഇവിടെ ഈ കാസർഗോഡ് ജില്ലയുടെ പല മേഖലകളിലുമൊക്കെ ഇങ്ങനെ ചെറിയ ചെറിയ തുരങ്കങ്ങളും കൽവെട്ടുകുഴികളും ഒക്കെ ഉണ്ട്. അങ്ങനെയുള്ള സ്ഥലത്താണ് ഇപ്പോൾ ഈ പുലി കുടുങ്ങിയിരിക്കുന്നത്. അപ്പോൾ പുലിയെ മയക്കുവെടി വെച്ചതിന് ശേഷം മാത്രമാണ്. ശരി, അരുൺ പാറയ്ക്കലാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. കാസർഗോഡ് കൊളത്തൂരിലാണ് പുലി തുരങ്കത്തിൽ കുടുങ്ങിയിരിക്കുന്നത്. പുലിയെ പുറത്തേക്ക് എത്തിക്കാൻ മയക്കുവെടി വെക്കാനുള്ള ശ്രമം വനംവകുപ്പിന്റെ ഭാഗത്തു നിന്നുണ്ടാവുകയാണ്. അതിന്റെ വിശദാംശങ്ങൾ പങ്കുവെക്കുകയായിരുന്നു അരുൺ പാറയ്ക്കൽ.